ഹലോ ഗ്രാൻഡ് പാ, ഹൗ ആർ യു? ഐ ആം വെരി ഫൈൻ മൈ ഗ്രാൻഡ് സൺ. അല്ല, ഇവരൊക്കെ പുതിയ കൂട്ടുകാരാണോ? യെസ് ഗ്രാൻഡ് പാ, ആൽ ബി ഫ്രം കൊച്ചി. ഓ, മെറീന തോമസ് ഫ്രം കൊല്ലം. ഓ, ഞങ്ങളെല്ലാം ഗോവയിലായിരുന്നു അങ്കിളെ. ഓക്കെ ഓക്കെ. ഒരാഴ്ചയെങ്കിലും കാണുമല്ലോ മക്കൾ ഇവിടെ. ആ, കാണും അങ്കിളെ. ഇടയ്ക്ക് ഒരു ഇടുക്കി ട്രിപ്പും തേക്കടിയും കണ്ടുവരണം. ദാറ്റ്സ് ഓൾ. നമുക്ക് തേക്കടിയിലൊക്കെ പോയി പൊളിക്കണ്ടല്ലേ. ആ ആൻറ്റി, എന്തുണ്ട് വിശേഷം? കൂട്ടുകാർ രണ്ടും പുതിയതാണോ? ഇതിനു മുമ്പ് ഇവിടെ വന്ന് കണ്ടിട്ടില്ലല്ലോ. 3 പേർക്ക് ഓരോ ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ? No. We want to sleep. സ്ലീപ്പിക്കൂ. Thank you. ചെല്ലടാ മക്കളെ, ചെല്ല്. താങ്ക്സ് പപ്പ. അല്ല, ഇവളെവിടെ പോവാ? ആഹാ, ബാഗ് എടുക്കാനായിരുന്നു. Okay, uncle. Okay. Thank you, auntie. ദൈവമേ, ഒരാഴ്ചത്തേക്ക് ഈ കുടുംബത്തിന്റെ സമാധാനം തകർന്നല്ലോ. ആ, ഇതെല്ലാം ഞാൻ സെറ്റാക്കി. ഓക്കെ ഓക്കെ. ഡാർലിംഗ്, നമ്മളിന്ന് അടിച്ച് പൊളിക്കും. Happy, darling. എല്ലാം ഉണ്ടല്ലോ ചേട്ടാ. ഇനി അന്നേ കേട്ടാ. MDMA അടക്കമുള്ള സകല ലഹരി വസ്തുക്കളും ഉണ്ട്. അടിച്ച് പൊളിക്കണം മക്കളെ. താങ്ക് യു കേട്ടോ, താങ്ക് യു. ഇന്ന് നമ്മൾ പൊളിക്കും. ബൈക്കും വന്ന്, പെട്ടിയും വന്ന്. ഓ, എന്റെ ദൈവമേ, ഇവന്മാരെന്റെ ഈ കുടുംബം കുളം തോണ്ടിട്ടേ പോകത്തുള്ളെന്നാ തോന്നുന്നേ. ആ, വിനാശകാലേ വിപരീത ബുദ്ധി, അല്ലാതെ എന്തു പറയാൻ. Come on, come Sleep, fast. my darling. ഇതെന്തുവാടാ, ഇംഗ്ലീഷ് സിനിമയോ? മെറീന, എടി മെറീന, മെറീന, നീ എവിടാ? മെറീന, ഓ മൈ ഡാർലിംഗ്. സഭയിൽ പ്രതിപക്ഷ ബഹളം. നാട്ടുകാരെ ഓടിവായോ. എന്തിനാടി വെളുപ്പിനെ കിടന്ന് അലറി വിളിക്കുന്നേ? മേളിന്ന് നോക്കിയപ്പോ പറമ്പില് ഇന്നലെ വന്ന മെറീനയുടെ എന്റെ ശവം. ദൈവമേ, പെങ്കുച്ചന്റെ ശവമോ? ആ പറമ്പിൽ കിടക്കുന്നു. എന്നിട്ട് അവന്മാരെവിടെ? 2 ചെക്കന്മാരും എല്ലാം നുള്ളി പെറുക്കി സ്ഥലം വിട്ടു. അയ്യോ എന്റെ ദൈവമേ. ശരിയാണല്ലോ, അവര് വന്ന വണ്ടിയും കാണുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോ തള്ളിക്കറി വന്നിട്ടുണ്ട് ഏമാമര്. സാറേ, എല്ലാരും കൊണ്ട് മാറി. സാറേ, എന്നാ പരിപാടിയാ സാറേ? ഇത് 4 മണിക്കൂറല്ലേ ആ ശവോടെ പറമ്പിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ചോദിക്കാൻ മാറിയുന്നേ എല്ലാരും കൂടെ മാറിയുന്നേ അങ്ങോട്ട്. എന്നാത്തിനാ പിടിച്ചത്? ചോദ്യം ചെയ്യാനുള്ളതാ. നീ അങ്ങോട്ട് മാറുന്നേടാ. കാര്യമൊന്നും പറഞ്ഞാ പോരെ. സാറേ, ഞങ്ങള് നാട്ടുകാരെ പോലീസിന് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. ചോദ്യം ചെയ്യല് എല്ല്. ഇവിടെ ഒരു കൊലപാതകം നടന്നു അല്ലേ? ഈ വീടിന്റെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ താങ്കളെ എനിക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. അയ്യോ, ഇതാരാ? ഇത് വേലക്കാരിയാ. അപ്പൊ എങ്ങനെയാ, പോവല്ലേ? ടേക്ക് ദം. മറ അച്ഛാ, എന്തിനാ ചേച്ചിയെ കൊന്നത്? വാടകയുണ്ട്. കരടി അങ്ങോട്ട്. സാറേ നമസ്കാരം, ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ. അല്ല സാറേ, എന്തിനാ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്?
എന്താ സാറേ ഇവർ ചെയ്ത കുറ്റം? ആ അന്വേഷിച്ചിട്ട് പറയാം. ശരി സാർ. വണ്ടി എടുക്കടോ. വേലക്കാരി പ്രസന്ന ഇങ്ങോട്ട് വിളിക്കും. ഇങ്ങോട്ട് ഇരിക്ക്. സാലി, അയ്യോ ഈ പാവം പെണ്ണിന് ഒന്നും അറിയത്തില്ല. ഒന്ന് ചോദിക്കും. അപ്പൊ അവക്ക് ഒന്നും അറിയത്തില്ലല്ലേ സാറേ? പറയടി, സത്യം പറയടി. നീ സത്യം പറയത്തില്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയടി സത്യം. എടി നീ വേലക്കാരിയല്ലേടി? നീ അറിയാതെ ഒരു ഈച്ച പോലും ചലിക്കത്തില്ല. പറയടി സത്യം. പറയടി. പറയ്. നിന്നെ കൊണ്ട് വലിയ അപ്പുറം ഞാൻ പറയിക്കുന്നോളാ. പറയടി. ഞാൻ എല്ലാ സത്യങ്ങളും തോർന്ന് പറയാം സാറേ. ആ പോട്ടെ, ഇവിടെ ഇരിക്ക്. എനിക്കത് നേരത്തെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു. ഔസേപ്പച്ചൻ മുതലാളിയും ഞാനും അന്ന് ഉറങ്ങിയില്ല സാറേ. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ആ ഹാളിന്റെ മൂലയിൽ ചുരുണ്ടുകൂടി സാറേ. ബാക്കി എനിക്കൊന്നും അറിയത്തില്ല സാറേ. കൊണ്ടുകൊടു. എഴുന്നേക്ക്. ആ ഔസേപ്പച്ചനെങ്കിൽ വിളിക്കും. കാപ്പിയൊക്കെ കുടിച്ചോ? കുടിച്ചു സാറേ. സാർ തെളിവെല്ലാം കിട്ടിയോ? ഇല്ല സാർ. ആൽബിച്ചനും ജീവനും മെറിനെ റേപ്പ് ചെയ്യുന്നത് താങ്കൾ കണ്ടോ? കണ്ടു സാറേ. ഔസേപ്പച്ച മുതലാളി, ഞങ്ങൾക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. പറയണോ, ഈ കുട്ടികൾ അമിതമായി ലഹരി ഉപയോഗിക്കുന്നത് സത്യമാണോ? ഉപയോഗിച്ച് ഇവന്മാര് ഭ്രാന്തിന്റെ അവസ്ഥയിലായി സാറേ. മാറി മാറിയുള്ള ബലാത്സംഗം കൊണ്ട് ആ കുട്ടി മരണപ്പെട്ടതായിരിക്കാം. കണ്ടോ, ഓടിയോ? ഇത് കണ്ടിട്ട് താങ്കൾ അവരെ തടഞ്ഞില്ലേ? ഈ വൃദ്ധനെ കൊണ്ട് അതിന് കഴിയില്ലല്ലോ സാറേ. സാർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട് സാർ. പറയടോ. സാറേ, കാഞ്ഞിരപ്പള്ളിയിൽ ആനക്കല്ലിൽ വീട്ടിൽ പ്രതികളുണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. അയ്യോ
മതി 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 മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോകാം. മോനെ, Who are you? നിന്റെ അമ്മ. അമ്മയോ? ഏതമ്മ? എനിക്ക് നിങ്ങളെ കാണണ്ട. സ്നേഹം തരാതെ നിങ്ങൾ എനിക്ക് പണം മാത്രം നൽകി എന്നെ കൊലപാതകയാക്കി. ലോ, നിന്റെ അമ്മയല്ലേ? അവരൊന്ന് കണ്ടേച്ചു പോട്ടെ. ഇത് നിങ്ങളുടെ എത്രാമത്തെ ഭർത്താവാ? വൃത്തികെട്ട സ്ത്രീ. ഒന്ന് നിന്നെ. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് ആലിംഗനം ചെയ്യണം. മോനെ, മോനെ. ഡാ, വിട്, വിട്, വിട് അങ്ങോട്ട്. അയ്യോ, എന്റെ ചെവി. കൊണ്ടുപോവാ അങ്ങോട്ട്. ലോകം വെട്ടിപ്പിടിക്കാനുള്ള അദമ്യമായ ആഗ്രഹത്തിന് അടിമപ്പെട്ട് ജനിപ്പിച്ച മക്കളെ മറന്ന് സുഖലോലുപതയിൽ മുഴുകിയ സ്നേഹശൂന്യരായ മാതാപിതാക്കൾ ഒരു ഭാഗത്ത്, സ്നേഹത്തിന് പകരമായി പണം വാരിക്കോരിക്കൊടുത്ത് മക്കളോടുള്ള മഹത്തായ കടമകൾ പരിമിതപ്പെടുത്തുമ്പോൾ MDMA പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് ജീവിതം തകർത്ത് കളയുന്ന മക്കൾ ഇന്ന് സമൂഹത്തിലെ വേദനയായി മാറിയിരിക്കുന്നു, ചോദ്യചിഹ്നങ്ങളായി അവശേഷിക്കുന്നു. ഭാരതത്തിന്റെ ഭാവി വാഗ്ദാനമായ ഈ യുവശക്തി നമ്മുടെ നാടിന് തീരാ നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മഹാവിപത്തിനെതിരെ ഞങ്ങൾ വിരൽ ചൂണ്ടുകയാണ്.